നമസ്കാരം. അടുത്തും ഒരു പുരുഷൻ മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് ഒരു വക്കീൽ, ഒരു ജൂനിയർ വക്കീലാവാനാണ് ചാൻസ്. ബസ്സിൽ വെച്ച് അവളെ എന്തൊക്കെയോ ഇന്ന് വരെ ലോകത്താരും അവളെ ചെയ്യാത്തൊരു സംഭവം എന്തോ അവളെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിമൽ കുമാർ എന്ന് പറയുന്ന ബാലരാമപുരം കാരനാണ് എനിക്ക് തോന്നുന്ന കാര്യം. പുള്ളി ബാർ ജീവനക്കാരനാണ്. ബാലരാമപുരത്തെ അതിയന്നൂർ വെള്ളരിപ്പറമ്പിൽ വിമൽ കുമാർ 37 വയസ്സേ ഉള്ളൂ. ഒരു യുവാവാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. 3 ദിവസമായി അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിലെ രോഷവും വിഷമവും ഒന്നും ഞാൻ മൊത്തത്തിൽ പുറത്ത് കാണിക്കാത്തത്, ഞാൻ തെറി വിളിക്കുന്നു. അത് വളരെയധികം എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ, ആ കമൻസ് ഇടുന്നവരോട് ആണ് ഞാൻ പറയുന്നത്. ഇവന്മാരുടെ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ഇവന്മാർ ചിരിച്ചുകൊണ്ട് നിൽക്കും, മാനസികമായിട്ട് വിഷമം തോന്നില്ല. ആരെങ്കിലും കൊലയ്ക്ക് കൊടുത്താൽ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് കേരളത്തിലെ എല്ലാ പുരുഷന്മാരും ഇതുപോലുള്ള അബദ്ധങ്ങളിൽ പെട്ടുപോയി, കയ്യബദ്ധങ്ങളിൽ പെട്ട് മരിക്കുന്ന ഓരോരുത്തരും എൻ്റെ സഹോദരനാണ്, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ഞാൻ രോഷത്തോടു കൂടി സംസാരിക്കുകയും ചിലപ്പോൾ തെറിവാക്കുകളൊക്കെ വീഴുന്നത്. അതിനെ പോലും ഇയാൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, ഞാൻ ഈ സ്ഥാനത്തിരിക്കണോ വേണ്ടത് ഞാനാണ് തീരുമാനിക്കുന്നത്. കാരണം 10-20 വർഷമായി ഈ സംഘടന ഉണ്ടാക്കി നിങ്ങൾ അടുത്തോട്ട് വന്നിട്ട്. അപ്പോൾ അതിൽ ഇരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇവിടെ ഒരു വക്കീലിനാണ് കഴപ്പ് കൂടിയത്. അവളെ ഇന്നേ വരെ ഒരാളും തൊട്ടിട്ടില്ല, അവൾക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ല. വിമൽ കുമാർ ആദ്യമായിട്ട് ബസ്സിൽ വെച്ച് അവളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിലാണ് അവൾ കൊണ്ട് പരാതി കൊടുത്തത്. ഓക്കെ, മംഗലപുരം പോലീസ് സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുക്കും. വക്കീലിനെ പൊക്കാനുള്ള സാഹചര്യം എല്ലാം ഞാൻ ഉണ്ടാക്കും കേട്ടോ. വക്കീൽ ഷിംജിതെ പോലെ അകത്തു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. നോക്കട്ടെ, വീഡിയോ പുറത്തു പോയി. കാര്യം ഈ പരാതി കൊടുത്തു എന്നുള്ള രീതിയിൽ ആണ് വന്നിട്ടുള്ളത്. പക്ഷേ രഹസ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓക്കെ. അല്ല എങ്കിൽ വക്കീൽ 8-ൻ്റെയും 18-ൻ്റെയും പണി വാങ്ങിക്കുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ഒരു പുന്നാര മോളയും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം നീയൊക്കെ ഇതേവരെ കഴപ്പ് കാരണം ആർക്കും കിടന്നു കൊടുത്തിട്ടില്ല. നീയൊന്നും ഇതൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ ആരെങ്കിലും കൊണ്ട് ഉരസി മുട്ടി റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടോ ഒക്കെ ഒന്ന് കാര്യം. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അടുത്ത കാലത്ത്, അത് അവൾ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നു. അതിലെല്ലാം അവൾക്ക് തെറി തന്നെയായിരുന്നു എന്തായാലും. അപ്പോൾ അവൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അവൾ ഇങ്ങനെ പറഞ്ഞു. അത് അവളെ ഭർത്താവിനെ സൂചിപ്പിക്കാനായിരിക്കും അവർ. പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെല്ലാം പോങ്ങന്മാരാണ്, ഭൂരിഭാഗം പേരും പോങ്ങന്മാരാണ്. ഇവർക്കെല്ലാം ഇപ്പോൾ ഭാര്യമാരെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഇതുവരെയുള്ള അവൾ ചെയ്തിട്ടുള്ള തെമ്മാടിത്തരങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പുരുഷനെ ഇരയാക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ പതിവ്രതയായിരുന്നു, ഇപ്പോഴും ഞാൻ പതിവ്രതയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലവന്മാരുടെ കൂടെ പോയി കിടന്നിട്ടുള്ള ടീമുകളെ ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന യാതൊരു മാറ്റവുമില്ല. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയേണ്ടത് പറയും. മാന്യമായിട്ട് നടക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർക്കൊരു ഇഷ്യൂ ഉണ്ടായി എന്ന് വയ്ക്കുക, അവരൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അപ്പോൾ ക്ലിയർ ആവുന്ന കേസേ ഉള്ളൂ. അതിനാണ് ഇമാതിരി പരമാവധി സഹകരിച്ചു നിന്ന് മറ്റേ ഷിംജു ചെയ്ത പോലെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി മുട്ടി അവസാനം ഒരു വീഡിയോ എടുത്ത് ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന എല്ലാവളുമാരും മറ്റേ കേസുകൾ തന്നെ, ഒരു മാറ്റവും ഇല്ല. അതൊക്കെ ഇവിടെ പറയാൻ ഞാനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുക തന്നെ ചെയ്യും. അത് ഏവൻ കുരുപൊട്ടിയാലും ഏവൾക്ക് സ്ത്രീകളൊക്കെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ ഒരു സ്ത്രീകളും അധികമൊന്നും ഈ വക കാര്യങ്ങൾക്ക് എനിക്കിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ കുറേ പാവാടകളും ഭാര്യമാരെ അമിതമായിട്ട് വിശ്വസിക്കുക. ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്, അവരുടെ സ്വർണം പോയി അത് പോയി. ഞാൻ പറയുന്നത് നിങ്ങൾ അനുഭവിച്ചോളാം, അല്ല എന്താ ചെയ്യുക. കാര്യം നമ്മൾ പറയുന്ന വീഡിയോസ് ഒന്നും കേൾക്കുന്നില്ല. ഈ സംഘടന മെമ്പർഷിപ്പ് എടുത്ത് നിൽക്കാൻ തയ്യാറല്ല. എല്ലാം അവർ കാര്യം കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും. സൗകര്യമില്ല, അത്ര തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിമൽ കുമാർ 37 വയസ്സായ മനുഷ്യൻ 3 ദിവസമായിട്ട് വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റൂമെടുത്ത് താമസിച്ചു. അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതിൽ വാദിയായിട്ട് പരാതി കൊടുത്ത സ്ത്രീ എന്ന് പറയുന്നത് ഒരു അഭിഭാഷകയാണ്.
അഭിഭാഷകന്മാർ ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് മഹാ ചെറ്റത്തരമാണ്. വീഡിയോ പ്രചരിപ്പിച്ചു, വീട്ടുകാരുൾപ്പെടെ അറിഞ്ഞു അപ്പോൾ എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും വീഡിയോ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. വീഡിയോ കിട്ടട്ടെ. അത് മാത്രവുമല്ല, ഞാൻ ഈ അഭിഭാഷകക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. കേസ് ഫയൽ ചെയ്തിട്ട് നിയമപ്രകാരം ന്യായമായിട്ടുള്ള കാര്യമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപക്ഷെ ഇത് അത്രത്തോളം വൈറലായില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നമ്മളുടെ അടുത്തൊന്നും എത്താതിരുന്നത്. ഒരുപക്ഷെ ഞാനും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. കാരണം എനിക്കും കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർജറി കഴിഞ്ഞതിൻ്റെ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ കാണാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും പത്രവാർത്ത ഇന്ന് ഞാൻ കണ്ടു. അത് മാത്രമല്ല, രാവിലെ എനിക്ക് വേറെ പലരും അയച്ച് വേറെ ആരും ന്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിമൽകുമാറിനെ സപ്പോർട്ട് ചെയ്ത് ആരും കണ്ടില്ല. ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കൊണ്ട് ഒരു പതിവ്രതമാരും ഇങ്ങോട്ട് വരണ്ട. പതിവ്രതമാരല്ല, പക്കാ വെടികൾ പതിവ്രതയാവാൻ വേണ്ടി വരികയാണ്. ആ പരിപാടികൾ ഇവിടെ എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വക പരിപാടികൾ നിർത്തുക. വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അഭിഭാഷക അഴിയെണ്ണം ഒരു മാറ്റവുമില്ല. അതിനുള്ള നടപടികൾ ചെയ്യും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. ഇത് പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. ഈ അഭിഭാഷകരുടെ അടുത്ത് പോകണം. കാര്യം ഒരു ട്രിവാൻഡ്രം ജില്ലക്കാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഏത് ബാർ അസോസിയേഷനിലുള്ള ആളായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ അഡ്വക്കേറ്റ്, നമ്മുടെ ഹൈക്കോടതി അഡ്വക്കേറ്റുമായിട്ട് ഞാനിപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ബന്ധപ്പെടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. ഇവർ നിയമപ്രകാരം എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ നടപടി ഉണ്ടാവും. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ക്യാമറ തുടയ്ക്കൂ, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ക്ലിയർ അല്ല. അത്യാവശ്യം എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് മോശമാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര എനിക്കിപ്പോൾ നിലവിൽ പറയാൻ സാഹചര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ജോലി ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ നോക്കിയതാണ്. ചെയ്യാതിരിക്കാനല്ല, ഈ വീഡിയോ എന്നല്ല, മറ്റുള്ള വീഡിയോകൾ ചെയ്യാതിരുന്നതാണ്. കാര്യം ഈ ക്യാമറ, ഈ മൊബൈൽ തന്നെ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോകൾ ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ആരാ പ്രതികരിക്കുന്നത്? അപ്പോൾ ബഹുഭൂരിപക്ഷം പേരും അറിയത്ത് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം മനോരമയിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തേൽ. പക്ഷേ അത് കുറച്ച് വേറൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വളച്ചൊടിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ അഭിഭാഷകയ്ക്ക് പണി കിട്ടാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പൊളിച്ചെടുക്കുന്നതായിരിക്കും ഉടനെ. അപ്പോൾ എല്ലാവരും പൂർണ്ണ പിന്തുണ തരിക. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ഈ പേജ് ഫോളോ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ഇത് നിങ്ങളുടെ ജോലിയാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റ് നടപടികൾ അതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.